പക്ഷേ സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ ഇത് കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തരെയും ക്യാമറ ഉണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല. അത് ഭയങ്കര അല്ല, ഇപ്പോഴത്തെ HD ഒക്കെ ഇറങ്ങുന്നതിൽ ഒന്നുകിൽ സിനിമയ്ക്ക് അതെനിക്ക് അറിയില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് AI വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് HD പ്രിന്റ് ആക്കി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും തടയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞേനെ. പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഒരു HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാനും നിങ്ങളെപ്പോഴും റിഫ്ലക്ഷനാണ്. ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ OTT-യിലോ ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജനിച്ചു വീണപ്പോൾ ഞാൻ തിയേറ്ററിൽ മാത്രം സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നു. നമുക്ക് സിനിമയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാനുള്ള ഓപ്ഷനുള്ളപ്പോൾ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K-ലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K-ലും 2K-ലൊക്കെയാണ് പല തിയേറ്ററിലും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണ് ആ അവയർനെസ് ഉണ്ടായതിനു ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുകയോ ആണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല, മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന അന്ന് സ്വിച്ച് ഇട്ട പോലെ ഇത് നിൽക്കും. കാര്യം എന്താ വെച്ചാൽ ഇതാരും ഉപയോഗിക്കുന്നതിന് പിന്നെ എന്തിനാണ് പൈറസി